പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളായ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഓരോരുത്തരെയും അങ്ങയുടെ കൃപകളാൽ നിറച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ വീണ്ടെടുക്കുന്ന, തിരിച്ചു പിടിക്കുന്ന വലിയ അഭിഷേകത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, ഈ മക്കളെ ഓരോരുത്തരെയും തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കുടുംബങ്ങള്, ഇവരുടെ മക്കള്, നഷ്ടപ്പെട്ടു പോയ മേഖലകള്, കർത്താവേ, പിശാചിന്റെ പിടിയിൽ അമർന്നു പോയ പരാവസ്ഥകൾ, അതിൽ നിന്നൊക്കെ തിരിച്ചു പിടിക്കണം. കർത്താവേ, എല്ലാ കെട്ടുകളും അഴിച്ച്, എല്ലാ ബന്ധനങ്ങളും അഴിച്ച് അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ പ്രാർത്ഥനയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. ഒരു ദിവസം കൂടി തന്ന് ഇതുപോലെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കൂട്ടിച്ചേർത്ത കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തിരുമുമ്പിലേക്ക് ഈ മക്കളെ ഓരോരുത്തരെയും, വസിക്കുന്ന വീടിനെയും ഇവരുടെ കുടുംബത്തെയും, ഇവരുടെ സാമ്പത്തികം, ജോലി, ബിസിനസ്, മക്കളുടെ പഠനം, ഇവരുടെ ഉത്തരവാദിത്തങ്ങൾ, ദൗത്യങ്ങൾ, നിയോഗങ്ങൾ എല്ലാത്തിനും മേൽ കരുണപക്ഷിക്കണമേ എന്ന് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഒരു കുടുംബത്തിന്റെ സജീവമായ സാന്നിധ്യത്തില് കുടുംബങ്ങളെ തിരിച്ചു പിടിക്കാൻ വേണ്ടി കർത്താവിന് മുമ്പിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമക്കളെ, നിങ്ങളെ ഓർത്ത് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. ഈ ഒരു വലിയ കൂട്ടായ്മയോർത്ത് ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞ വലിയൊരു കുടുംബാണല്ലേ. ഒരു ഭയങ്കര സ്നേഹം നിങ്ങളോട് എനിക്കുണ്ട്, ഭയങ്കര ഒരു ഐക്യം. എന്തോ ഒരു ഐക്യം നമ്മൾ പലരും കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ഒരു വലിയൊരു സ്നേഹബന്ധം നമ്മൾ തമ്മില് ഈ ഒരു വർഷം, അല്ലെ ഒരു വർഷം കഴിഞ്ഞു, നമ്മൾ തമ്മിലുണ്ട്. എൻ്റെ ഒരു കുടുംബം പോലെ നിങ്ങളെ മനസ്സിൽ കണ്ട് ആരാധനയിലും വിശുദ്ധ കുർബാനയിലും ഒക്കെ സജീവമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളൊരു വലിയ കുടുംബ, ഒരു ഹൃദയബന്ധം, ഒരു ആത്മീയ ബന്ധം നമ്മൾ തമ്മില് തന്നതിനോർത്ത് സർവശക്തനായ ദൈവത്തിന് പ്രത്യേകമായി നന്ദി പറഞ്ഞു. നമ്മുടെ കുടുംബം നമ്മളെല്ലാവരുടെയും മക്കളാണ്, കുടുംബമാണ്, പ്രിയപ്പെട്ടവരാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന ഒരു വിഷയം, നമുക്കറിയാം, ഓരോ ജീവനും ദൈവത്തിന്റെയാണ്, ഓരോ കുഞ്ഞും ദൈവത്തിന്റെ കരവേലയാണ്. ജെറമ്യാ പ്രവാചന പുസ്തകത്തില് 1-ാം അധ്യായത്തിൽ 4-ാമത്തെ വചനത്തില് കർത്താവ് പറയുന്നത്, മാതാവിന് ഉദരത്തിൽ ഒരു വാക്കണേക്കാൾ മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. സങ്കീർത്തനം 139-ാം അധ്യായത്തില് 13-ാം വചനം പറയുന്നുണ്ട്, കർത്താവേ, അങ്ങാണ് അമ്മയുടെ ഉദരത്തിൽ എന്നെ മെനഞ്ഞത്. അപ്പൊ ദൈവം ആഗ്രഹിച്ച് ദൈവത്തിന്റെ സ്വന്തമായ കൊച്ചിനെ ദൈവം അറിഞ്ഞ് ഒരു അപ്പന് അമ്മയ്ക്ക് പരമേൽപ്പിക്കണം, ദൈവത്തിന് വെച്ച. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബങ്ങളില് നമ്മുടെ മക്കൾ ദൈവത്തിൻ്റെതാണെന്നുള്ള തിരിച്ചറിവോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ മക്കളെ സ്വീകരിക്കണം. മക്കൾക്ക് വേണ്ടി ആഗ്രഹിക്കണം, മക്കൾക്ക് വേണ്ടി നന്ദി പറയണം. ദൈവം തന്ന ദാനമായിട്ട് ഉദരഫലം കർത്താവിന് ദാനമാണ്. 126 സങ്കീർത്തനത്തില് പറയുന്നുണ്ടല്ലോ, ഉദരഫലം ദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ട് ആ ഒരു അംഗീകാരം, ആ ഒരു സ്വീകാര്യത നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിൽ ജനിക്കുന്ന ഓരോ മക്കൾക്കും, നമുക്കും എല്ലാവർക്കും ലഭിക്കണം. എന്നാൽ ഇന്ന് പല കുടുംബത്തിലും ഇത് ലഭിക്കാതെ പോകുന്നു. ചില മക്കളും പറയാറുണ്ട്, ഡാഡി പറയാറുണ്ട്, വേണ്ടാത്ത കൊച്ച്, എനിക്കിഷ്ടമില്ലായിരുന്നു, അസമയത്തുണ്ടായ കൊച്ച്, ഒരു തിരസ്കരിക്കപ്പെട്ട, സ്വീകരിക്കപ്പെടാതെ പോകുന്ന ഒരു ജന്മം. ഒരു കുഞ്ഞുണ്ടല്ലോ, ഉണ്ടാകുമ്പോ തന്നെ, ഉണ്ടാകുന്നതിനേക്കാൾ മുമ്പ് തന്നെ ആ കൊച്ചിന് വേണ്ടി ആഗ്രഹിക്കണം. ഉണ്ടാകുമ്പോ തന്നെ ആ കൊച്ചിനെ സ്വാഗതം ചെയ്യണം, വെൽക്കം ചെയ്യണം. അപ്പൊ കൊച്ചിന് തോന്നണം, ഐ ആം എ വാണ്ടഡ് ചൈൽഡ്, ഞാൻ വേണ്ട കൊച്ചാണ്, ആഗ്രഹിച്ച കൊച്ചാണ്, സ്വീകരിക്കപ്പെടുന്ന കൊച്ചാണ്, സ്വാഗതം ചെയ്യപ്പെട്ട കൊച്ചാണെന്ന് നമുക്കറിയാം. കുഞ്ഞു ഉരുവാകുമ്പോ തന്നെ കുഞ്ഞിനിതൊക്കെ അതിന്റെ മനസ്സിൽ, അബോധ മനസ്സിൽ വന്നു കഴിഞ്ഞു. തിരസ്കരിക്കപ്പെട്ട കൊച്ച്. അനേക കുടുംബത്തിലൊക്കെ പലരും പറയാറുണ്ട്, യു ആർ ആൻ അൺവാണ്ടഡ് ചൈൽഡ്. വേണ്ടാത്ത കൊച്ചായിരുന്നു. ചിലപ്പോൾ ഒരു കൊച്ചുണ്ടായി, പെട്ടെന്ന് അടുത്ത കൊച്ചുണ്ടായി, അപ്പൊ അത് സ്വീകരിക്കാനുള്ള മനസ്സില്ല. എന്റെ മക്കളെ ജീവൻ ദൈവത്തിന് ദാനമാണ്. അതിന് അപ്പന്റെ കഴിവോ അമ്മയുടെ കഴിവോ അല്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ദാനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കാതെ പോയതിന്റെ പേരില് സ്വഭാവവൈകല്യം നേരിട്ട ഒത്തിരി മക്കളുണ്ട്. ഇവിടെ സ്നേഹം കിട്ടാതെ പോയതുകൊണ്ട്
പുറം ലോകത്ത് പെട്ടെന്ന് സ്നേഹം തേടിപ്പോണ മക്കൾ, പെട്ടെന്ന് മറ്റുള്ളവരുമായിട്ട് സ്നേഹബന്ധത്തിൽ വരും, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകും, പെട്ടെന്ന് അതിലേക്ക് വീണു പോകും. അങ്ങനെയുള്ള മക്കളെ ചൂഷണം ചെയ്യാൻ പെട്ടെന്ന് പറ്റും. അങ്ങനെ വഴിതെറ്റിപ്പോയി, പ്രേമക്കുരുക്കിൽപ്പെട്ട്, അല്ലെങ്കിൽ കൂട്ടുകൂടി പോയി, അതിന്റെ അടിസ്ഥാനത്തിൽ ഡ്രഗ് അഡിക്റ്റായി, പബ്ബിപ്പോയി, വ്യഭിചാരം ചെയ്ത് എല്ലാം നശിച്ചു പോയ മക്കൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത് ഭയങ്കരമായ നഷ്ടമാണ്. അതോടൊപ്പം തന്നെ പിശാചിന് കയറാനും നമ്മുടെ മക്കളെ നശിപ്പിക്കാനും സാധിക്കുന്ന മേഖലയാണ്. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്നല്ല, ഉണ്ടായിട്ടുണ്ട്. കർത്താവിനോട് പറഞ്ഞു, കർത്താവിന്റെ മക്കളെ കർത്താവിനെ തിരിച്ചു പിടി. കുടുംബത്തിൽ ഒരു അമ്മ സ്വീകരിക്കണം ഇല്ലെങ്കിൽ, ഒരു അപ്പ സ്വീകരിക്കണില്ലെങ്കിൽ ആ കൊച്ചിന്റെ അവസ്ഥ എന്താ? ഒരിക്കലും അപ്പൻ കൊച്ചിനെ നോക്കി പറയും, യു ആർ അൺവാണ്ടഡ്. ഒരിക്കൽ ഒരപ്പൻ ഒരു കൊച്ചിനെ നോക്കിയിട്ട് പറയും, യു ആർ ആൻ അൺവാണ്ടഡ് ചൈൽഡ്. നീ വേണ്ടാത്ത കൊച്ചാണ്. എപ്പോഴും പറയും. പ്രായം എന്തെങ്കിലും ഇവളെന്തെങ്കിലും അല്ലെങ്കിൽ ഇവനെന്തെങ്കിലും കുസൃതി കാണിക്കുമ്പോ ചാടിക്കറി അപ്പം പറഞ്ഞ വാക്കാണ്, അല്ലെ അമ്മ പറഞ്ഞ വാക്കാണ്. അല്ലെങ്കിൽ സഹോദരൻ എന്തിനുണ്ടായി, വേണ്ടാത്ത കൊച്ചാണ്, അയ്യേ, അങ്ങനെ പറയും. ഇവള് നോക്കിയപ്പോ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇവള് വാണ്ടനാണ്. നമുക്കറിയാം, നമ്മള് വാണ്ടനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോ അതിന് പിന്നാലെ. ഞാൻ പറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഈ ഒരു അവസ്ഥ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളെ, നിങ്ങൾ കണ്ണീരോടെ കർത്താവിന്റെ മാപ്പ് ചോദിച്ചിട്ട് ആ കൊച്ചിനെ നീ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഈശോയോട് പറ, ഈശോയെ, എന്റെ കുഞ്ഞിനെ കുടുംബത്തിലേക്ക്, ഞാനുമായുള്ള ബന്ധത്തിലേക്ക്, കുടുംബ കൂട്ടായ്മയിലേക്ക് അങ്ങ് തിരിച്ചു പിടിക്കണം. അത് ഈശോയ്ക്ക് മാത്രമേ പറ്റൂ. ഈശോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അതിന്റെ മുറിവുണക്കി, മനസ്സിനറ്റ മുറിവുണക്കി, അതുമായി ബന്ധപ്പെട്ട പൈശാചിക ശക്തികളെ നിർവീര്യമാക്കി, അതുമായി ബന്ധപ്പെട്ട പിശാചിന്റെ അവകാശങ്ങളെ അവസാനിപ്പിച്ച് ആ കൊച്ചിനെ തിരിച്ചു പിടിച്ചു കൊണ്ടുവരാൻ ഈശോയ്ക്ക് മാത്രമേ പറ്റൂ. യോസേപ്പിതാവിനോടും പരിശുദ്ധ അമ്മയോടും ഉണ്ണീശോയോടൊക്കെ ശക്തമായ മാധ്യസ്ഥം യാചിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ ഈ ഒരു തലത്തിൽ വേണ്ടാത്ത മക്കളായിട്ട് പറഞ്ഞ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ ജനിക്കുകയും പിന്നീട് പല പല സ്വഭാവ വൈകല്യങ്ങള്, വാശി, അപ്പനോട് സ്നേഹമില്ല, മിണ്ടത്തില്ല, അമ്മയോട് സ്നേഹമില്ല, സഹോദരനോട് സ്നേഹമില്ല, കുടുംബത്തോട് സ്നേഹമില്ല, പുറം ലോകമാണ് സ്നേഹം, കൂട്ടുകാര്, നാട്ടുകാര്, അല്ലെങ്കിൽ പല പല ബന്ധങ്ങൾ, അതിന് എന്തു വില. അപ്പോൾ കാരണം പണ്ടത്തെ ഒരു അവസ്ഥയാണ്. നമുക്ക് തിരിച്ചു പിടിക്കേണ്ടത് നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഈശോയോട് പറയാം. അതോടൊപ്പം തന്നെ അതിനുവേണ്ടി നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ണീരോടെ മാപ്പ് ചോദിക്കാം. ദൈവത്തിന്റെ ദാനത്തെ സ്വീകരിക്കാതെ പോയ അപ്പ, അമ്മേ, നീ മാപ്പ് ചോദിക്കാം. ഇനി അങ്ങനെയുള്ള മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഈശോയാണ്. അപ്പന്റെ സ്നേഹം കിട്ടിയിട്ടില്ലേ? അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ലേ? അപ്പനെ സ്വീകരിച്ചിട്ടില്ലേ? നീ ബഹുമാനും അമൂല്യനുമാണെന്ന് പറഞ്ഞ നിന്റെ കർത്താവ്, നിന്റെ ഉടയവൻ, നിന്റെ സൃഷ്ടാവ്, ആ കർത്താവിന് നിനക്ക് ഇതൊക്കെ തരാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, എല്ലാം തരാൻ കഴിയുള്ളവൻ ഈശോ മാത്രമാണ്. അതിനുവേണ്ടി കൂട്ടുകൂടി പോയിട്ടോ, കറങ്ങാൻ പോയിട്ടോ, വേറെ ആരുടെ പിന്നാലെ പോയിട്ടും നശിക്കാന്നല്ലാതെ എന്റെ പൊന്നുമക്കളെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഈശോയെ തിരിച്ചു പിടിക്കാം. കാരണവന്മാരും പ്രാർത്ഥിക്കുക, അങ്ങനെ അനുഭവമുള്ള മക്കളും പ്രാർത്ഥിക്കുക. ഈശോയെ, ഈ അവസ്ഥയിൽ നിന്ന് എന്റെ മനസ്സിനെ, എന്റെ ചിന്തകളെ, എന്റെ വികാരങ്ങളെ, എന്റെ ആസക്തികളെ അങ്ങ് തിരിച്ചു പിടിച്ച് അങ്ങയുടെ ആത്മാവിനാൽ നിറച്ച് അങ്ങയുടെ തിരക്കത്താൽ മുറിവുണക്കി അങ്ങയുടെ മുറിവിനാൽ സൗഖ്യം നൽകി എന്നെ അങ്ങ് സ്വന്തമാക്കണമേ. അല്ലാതെ നശിച്ചു പോകരുത് മക്കളെ. നമ്മുടെ മക്കളൊക്കെ ഇന്ന് നശിച്ചു പോയതിന്റെ പിന്നിലുള്ള വലിയൊരു കാരണമാണ് ഇന്ന് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ പല കാര്യങ്ങളും ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരും. ഇതിനെക്കുറിച്ച് മാപ്പ് ചോദിച്ച് കുമ്പസാരിക്കേണ്ട മക്കൾ കുമ്പസാരിച്ച് കർത്താവിൽ നിന്ന് ഈ കൃപ വാങ്ങിച്ച് നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കണം. ഈശോ അനുഗ്രഹിക്കേണ്ട മക്കളെ. ആരാധനയില് വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം മക്കളെ. ഒത്തിരി മേഖലകളിലൂടെയാണ് കർത്താവ് നമ്മളെ നയിക്കുന്നത്. അടിസ്ഥാനപരമായ റൂട്ട് കോസ്, വേരുകൾ കർത്താവ് ഇത് പിഴുതു കളയാൻ പോവാ. വേര് മാറ്റി അടിസ്ഥാനങ്ങൾ തകർത്ത് കർത്താവ് വീണ്ടും പുനഃസ്ഥാപിക്കുന്ന, പുനർനിർമ്മിക്കുന്ന വലിയ
ശുശ്രൂഷയാണ് നമ്മുടെ ഈ സമയത്തെ ഈ ദിവസങ്ങളിലെ ശുശ്രൂഷ. അതുകൊണ്ട് നിങ്ങള് ഗൗരവത്തോടു കൂടി പങ്കെടുക്കുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിലെ, മക്കളിലെ, ജീവിതത്തിലെ ഒത്തിരി പ്രശ്നങ്ങൾ മാറുകയാണ്. മാറ്റും, തിരിച്ചു പിടിക്കും നമ്മുടെ കുടുംബത്തെ. അതുകൊണ്ട് നിങ്ങൾ ഈ ശുശ്രൂഷ അനേകം മക്കളോട് പറഞ്ഞു കൊടുക്കണം. നിസ്സാര കാര്യമില്ല. അനേകം മക്കൾക്ക് നിങ്ങളത് ഷെയർ ചെയ്യണം. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും നിർബന്ധമായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഈ ചാനലിൽ യൂട്യൂബ് തന്നെ പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ അനേക ആയിരങ്ങളിലേക്ക്, അനേക കുടുംബങ്ങളിലേക്ക്, അനേകം മക്കളിലേക്ക് ശുശ്രൂഷയെത്തും. ഇത് അപ്പന്മാരും അമ്മമാരും മക്കളും കുടുംബം ഒന്നു ചേർന്ന് പങ്കെടുക്കേണ്ട വലിയ ശുശ്രൂഷ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ദിവ്യാനുസന്നതിയില് ഇന്നത്തെ സന്ദേശവുമായിട്ട് ബന്ധപ്പെട്ട തിരിച്ചു പിടിക്കലിന് കർത്താവിന്റെ കരുണയ്ക്കായിട്ടും ഇടപെടലിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക വെച്ച് നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ സുവിശേഷ വേലയിൽ നിങ്ങൾ എല്ലാവരും പങ്കാളികളാണ്. പങ്കുചേരുക. പങ്കെടുത്ത് പങ്കുവയ്ക്കുന്ന എല്ലാവരെയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോ അനുഗ്രഹിക്കും മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളെ ഓർത്ത്, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് നൽകിയ മക്കളെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളോടൊന്ന് പറഞ്ഞില്ലേ, ഓരോ ജീവനും ഉദരഫലവും അങ്ങയുടെ ദാനമാണ്. എന്നാൽ കർത്താവെ, മക്കളെ സ്വീകരിക്കാതെ, നന്ദിയോടെ സ്വീകരിക്കാതെ, ചിലപ്പോഴെങ്കിലും ഗർഭചിത്രത്തിലൂടെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചു, കുഞ്ഞ് മരിച്ചില്ല. വേണ്ടാത്ത കൊച്ച്, സ്വീകരിക്കപ്പെടാത്ത കൊച്ച്, കർത്താവെ, അങ്ങനെ ഒത്തിരി മക്കള് ജനിക്കാനിടയായി. ഞങ്ങള് ചിലപ്പോഴെങ്കിലും അങ്ങനെയൊക്കെ ജനിച്ചവരായിരിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്കേറ്റ മുറിവുകള്, എന്നെ വേണ്ട എന്നുള്ള തോന്നല്, അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ളവര് എന്നെ സ്നേഹിക്കുമ്പോ, ഞങ്ങളുടെ മക്കളെ സ്നേഹിക്കുമ്പോ അതിന്റെ പിന്നാലെ പോകുന്ന മക്കൾ, കുടുംബത്തെ വിട്ട്, മാതാപിതാക്കളെ വിട്ട്, സഹോദരങ്ങളെ വിട്ട് മറ്റു പല ബന്ധങ്ങളിലേക്ക് പോകാൻ കാരണമായ അവസ്ഥകൾ എല്ലാം അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മക്കളെ കുടുംബത്തോട് വീണ്ടും ചേർക്കണം. ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്, ഞങ്ങളുടെ കുടുംബത്തിന് പറ്റിയ തെറ്റ്, സ്വീകരിക്കാതെ പോയ സ്വഭാവങ്ങള്, വലിയ പാപം, അതിനെല്ലാം ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തോട്, ഞങ്ങളുടെ മക്കളോട്, അതുപോലെ തകർന്നു പോയ കുടുംബ ബന്ധങ്ങളോട്, വഴിപിഴച്ചു പോയ ഞങ്ങളുടെ മക്കളോട്, സുഖം തേടി പോയ അവസ്ഥയില് പലരും ചെന്നപ്പെട്ട് നശിച്ചുപോയ ഞങ്ങളുടെ മക്കളോട് ഈശോയെ കരുണയായിരിക്കണമേ. ആ മുറിവുണക്കാൻ, നഷ്ടപ്പെടുന്നത് തിരിച്ചു തരാൻ, കൊടുക്കാൻ അങ്ങേക്ക് പറ്റൂ. ഈശോയെ, ഞങ്ങളുടെ മക്കളെ തിരിച്ചു പിടിക്കണം. അങ്ങയുടെ കൃപയിൽ നിറയ്ക്കണം, അങ്ങയുടെ ശക്തിയാൽ നിറയ്ക്കണം. കുടുംബത്തോട് വീണ്ടും പുനരൈക്യപ്പെടുത്തണം. ഞങ്ങളെ പുനഃസ്ഥാപിക്കണമേ. ഞങ്ങളെ വീണ്ടും പ്രാബല്യമുള്ള മക്കളാക്കി മാറ്റണമേ. കൃപയുള്ള ഭവനമാക്കി മാറ്റണമേ. അതിലൂടെ എല്ലാം ഏറ്റ മുറിവുകളെ അങ്ങ് തന്നെ ഉണക്കണമേ. പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ മക്കളെ സമർപ്പിക്കും. മക്കളെ നമ്മെ ഓരോരുത്തരെയും നമുക്ക് സമർപ്പിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട മുറിവുകള്, തിരസ്കരണത്തിന്റെ അവസ്ഥകള്, ഇനി ആർക്കും വേണ്ട എന്ന തോന്നലുകള്, ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്വഭാവ വൈകല്യങ്ങള് എല്ലാം മാറിപ്പോകട്ടെ. കുടുംബം സ്വീകരിച്ചും സ്നേഹിച്ചും ചേർത്ത് പിടിച്ചും ഒരുമിച്ച് പോകേണ്ടതാണ്. ഇത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ മക്കളെ തന്നെ നഷ്ടപ്പെട്ടു പോവാ. ഈശോ അങ്ങ് തിരിച്ചു പിടിക്കണം. ഞങ്ങളുടെ കുടുംബത്തെ അങ്ങയിൽ തിരിച്ചു പിടിച്ച് അങ്ങയിൽ ഐക്യപ്പെടുത്തണം. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ഐക്യപ്പെടട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യാനുസന്നതിയില് വ്യക്തിപരമായി നിങ്ങളുടെ കുടുംബത്തിന്റെ നിയമങ്ങൾ നിങ്ങൾക്കറിയാലോ, അവസ്ഥകള്, അതിനൊക്കെ വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ച് ആശീർവാദത്തിനായിട്ട് ഒരുങ്ങു മക്കളെ.
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ കൃപാവരങ്ങളും എല്ലാ ശക്തിയും ചൊരിഞ്ഞ് സൗഖ്യം നൽകി മുറിവുണക്കി ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ മക്കളെ കുടുംബത്തിനായി തിരിച്ചു പിടിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ തിരിച്ചു പിടിച്ച് അങ്ങയുടെ സ്നേഹത്തിലും കരുണയിലും വലിയ സൗഹൃദത്തിലും അങ്ങയോട് ചേർത്ത് പിടിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു. അത് ഞങ്ങൾ, ഞങ്ങളുടെ കുടുംബങ്ങളും മക്കളും ഈ ദിവസങ്ങളിൽ അനുഭവിക്കട്ടെ. ആമേൻ.